മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പുമായി എത്തിയ ചിത്രമായിരുന്നു പാട്രിയറ്റ്. നീണ്ട 18 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു എന്നതായിരുന്നു ഈ ഹൈപ്പിന് കാരണം. അണിയറക്കാർ ഹൈപ്പിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ ഹൈപ്പ് താനേ വന്നു. എന്നാൽ കേവലം താരങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ചിത്രമല്ലെന്നും പ്ലോട്ട് ഡ്രിവൺ ചിത്രമാണെന്നുമൊക്കെ അണിയറക്കാർ റിലീസിന് മുൻപേ പറഞ്ഞിരുന്നു. എന്നാൽ ആദ്യ ദിനം തിയേറ്ററുകളിലെത്തിയ താരാരാധകരിൽ നിന്ന് ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായമാണ് ലഭിച്ചത്. എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രം കുതിപ്പ് തുടരുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ചിത്രം നേടിയത് 29 കോടി 10 ലക്ഷമാണെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചത്. രണ്ടാം ദിനമായ ശനിയാഴ്ചത്തെ കളക്ഷനോടെ ചിത്രം 40 കോടി കടന്നതായി ട്രാക്കർമാർ അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ പ്രമുഖ ട്രാക്കർമാരായ സാഗ്നിൽക്ക് ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ പരിഗണിച്ച് തുക അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ ചിത്രം ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണെന്ന് ഇതിലൂടെ അറിയാനാവും. സാഗ്നിൽക്കിന്റെ കണക്ക് പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇതിനകം നേടിയിരിക്കുന്ന ഗ്രോസ് 50 കോടി 23 ലക്ഷമാണ്. ഇതിൽ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ കളക്ഷൻ വന്നിരിക്കുന്നത് വിദേശ മാർക്കറ്റുകളിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്ന നെറ്റ് കളക്ഷൻ 16 കോടി 15 ലക്ഷവും ഗ്രോസ് 18 കോടി 73 ലക്ഷവുമാണ്. ബാക്കിയുള്ളത് വിദേശത്ത് നിന്നും. മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിച്ച ചിത്രം എന്ന നിലയിലുള്ള ഹൈപ്പിൽ നിന്നാണ് ഈ ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. അതേസമയം തിങ്കളാഴ്ച മുതൽ ചിത്രം ബോക്സ് ഓഫീസിൽ എത്തരത്തിൽ കളക്ട് ചെയ്യുന്നു എന്നതാണ് നിർമ്മാതാക്കൾ നോക്കുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.